ഹലോ കൂട്ടുകാരെ, നമസ്കാരമുണ്ട്. ഞാൻ സുരേഷാണ്. നമുക്കൊന്നൊരു ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടാക്കാം. നമുക്ക് എന്ന് പറഞ്ഞാൽ വയനയിലപ്പം. വയനയിലപ്പം എന്ന് പറയും, തിരണ്ടി എന്ന് പറയും, അല്ലേ? അമ്പലങ്ങളുണ്ടാകുന്ന തിരണ്ടി എന്ന് പറയാം, പിന്നെ കുമ്പപ്പം എന്ന് പറയാം, എല്ലാം പറയാം നമുക്ക്. അപ്പോൾ വയനയിലപ്പം ഉണ്ടാക്കാൻ നമുക്ക് അടുത്ത പരിപാടി. ഓക്കെ, വയനാട്ടിൽ എടുത്തൊന്ന് അരിവ എടുത്തിട്ടുണ്ട്. അരിവ എടുത്തിട്ട് ഇതിലേക്ക് തേങ്ങ ചെയ്ത്, പിന്നെ വേണ്ടത് ഏലക്ക പൊടിച്ചു കേട്ടോ, മണത്തിന് വേണ്ടി. പിന്നെ നമുക്ക് വേണ്ടത് പഴം ഇടാത്തവരുണ്ട്, പഴം ഇടുന്നവരുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം 2 പഴം ചെറുതായിട്ട് ഇടുകയാണ്. വലുതായിട്ടൊന്നുമില്ല, ചെറിയായിട്ട് പഴം ഇടുന്നുണ്ട്. അതിൽ ചവിടി ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര കാച്ചി, ഒരു ചെറിയ ഉപ്പ് കൂടെ ഇടാം, കുഴപ്പമില്ല കേട്ടോ. മധുരമാണെങ്കിൽ തന്നെ അത് ചെറിയൊരു ഉപ്പ് ഇടുന്നത് നല്ലതാണ്. ഒരു ലേശം മതി, കൂടുതൽ വേണ്ട. ഉപ്പ് ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരപ്പാനി. ആവശ്യത്തിന് വീഴ്ത്തുക, മിക്സ് ചെയ്യുക. ഞാൻ ഒരു 250 ഗ്രാം ശർക്കര എടുത്ത് ഉരുക്കിയത്. ഒരു 1/2 കിലോ മാവ് വരും. മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു കുഴപ്പമില്ല. നമുക്ക് ഇലയിൽ കറക്റ്റ് വെക്കണം. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് നമുക്കിനി ഇല കുമ്പിളി കൂട്ടണം. ഇല ഇങ്ങനെ കുമ്പിളി കൂട്ടി ഇരുളുത്തുക. ഒരു കുമ്പിളി കൂട്ടിയിട്ട് നമുക്ക് മാവ് എടുത്ത് അത് വെക്കാം.
നമുക്ക് ഇതുപോലെ നമുക്ക് ഇതെല്ലാം ശരിയാക്കി വെക്കണം നമുക്ക് കേട്ടോ. ഓക്കെ, ശരിയാക്കി കാണിക്കാം നമുക്ക്. എല്ലാം പോലെ തയ്യാറാക്കണം. ഇതിൽ റെഡി ആയിട്ട് നമുക്ക് ഞാൻ എടുത്ത് അടുക്കി വയ്ക്കാം. ഓക്കെ, നമ്മൾ ചെറിയ പാത്രമാണ്, അത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. റെഡി ആയിട്ട് നമുക്ക് നമുക്ക് ഇതിൽ വയ്ക്കാൻ അടയ്ക്കാം. ചട്ടി ഇത് ചെറുതാണ്, മനസ്സിലായില്ലേ? ഒരു 10-25 മിനിറ്റ് നമുക്ക് വേവണം. എന്നിട്ട് നമ്മൾ നോക്കാം നമുക്ക്. ഓക്കെ, ഹലോ, നമ്മളെ വായനയപ്പം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഉണ്ടോ? കഴിയുമ്പോൾ ചൂടെ നാരിട്ട് എടുത്ത് കഴിക്കാൻ പറ്റും. ഓക്കെ, മക്കളുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ടുള്ള ഓരോ വീഡിയോകളും. ഓക്കെ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം.